സോ ഇന്ന് നമ്മൾ ചില സ്പെഷ്യൽ ടേംസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സ്പെഷ്യൽ ഫയലിംഗ് റിക്വയർമെന്റ്സ്. അതെന്താന്ന് നോക്കാം. Enrolled agents should always note when special transactions such as gift, foreign income, and certain disasters necessitate the preparation of special IRS forms in addition to Form 1040. Certain special transactions are filled in Form 709. Okay, so enrolled agents should always note special transactions ഉണ്ടോന്ന്, such as gift, foreign income, അതുപോലെ certain disasters necessitate the prepare of special IRS forms ആണ്. സോ നമ്മൾ ITR ഫയൽ ചെയ്യുന്ന സമയത്ത് ടാക്സ് പേയർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കണം. അതായത് ഗിഫ്റ്റ്സ്, വില കൂടിയ ടാക്സബിൾ ആയിട്ടുള്ള ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ടോ, ഫോറിൻ ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ എന്തെങ്കിലും ഡിസാസ്റ്റർ സംഭവിച്ച ഏരിയയിൽ നിന്നാണോ വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ടോ പേഴ്സണലിയോ ഫാമിലി പരമായിട്ടോ, അതൊക്കെ അന്വേഷിക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന കാറ്റഗറിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനത്തെ സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഫയൽ ചെയ്യുന്നത് വേറൊരു ഫോമിലാണ്. ആ ഫോമാണ് ഫോം 709 എന്ന് പറയുന്ന ഫോം. ഓക്കെ, നോർമൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഡിവിജ്വൽ ഫോമായ 1040 ചെയ്യും. ഇങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും, അതായത് എന്തെങ്കിലും ടാക്സബിൾ ആയിട്ടുള്ള എക്സ്പെൻസീവ് ഗിഫ്റ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോറിൻ ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ സ്പെഷ്യൽ കേസസ് ഒക്കെ നമ്മൾ സ്പെഷ്യൽ ഫയലിങ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതൊക്കെ ഫോം 709 എന്ന് പറയുന്ന ഫോമിലാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത് along with ഫോം 1040. ഓക്കെ, നെക്സ്റ്റ് ഫോം 1040 NR. NR എന്ന് പറഞ്ഞാൽ നോൺ റെസിഡന്റ്, അതാണ് ഫോം 1040 NR. ഓക്കെ, Form 1040 NR is the standard IRS for non-resident aliens. That is, those who are not US residents and do not primarily live in the country but do have taxable US income. നമ്മൾ നേരത്തെ പഠിച്ചു, നോൺ റെസിഡന്റ് ആയവർക്ക് ITR ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് എന്താണ്, റെസിഡൻറ്റ് സിറ്റിസൺ ആവണം. ഒരു US സിറ്റിസണ് എപ്പോൾ വേണമെങ്കിലും ITR ഫയൽ ചെയ്യാം. പക്ഷെ പുറത്തുനിന്ന് US വന്ന് താമസിക്കുന്ന ഒരാൾക്ക് ITR ഫയൽ ചെയ്യണമെങ്കിൽ അവര് എന്താവണം, US റെസിഡൻസ് ആവണം. അങ്ങനെ US റെസിഡൻസ് ആവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഗ്രീൻ കാർഡ് ടെസ്റ്റ്, സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ് ടെസ്റ്റ് പാസ്സാവണം. ഇതൊന്നും പാസ്സായില്ല, US റെസിഡന്റ് അല്ലാത്തവരൊക്കെ നോൺ റെസിഡന്റ് കാറ്റഗറിയിലേക്ക് പോകും. സംടൈംസ് ചില സ്പെഷ്യൽ റയർ കേസുകളിൽ ഈ നോൺ റെസിഡൻസിന് എന്തുണ്ടാകും, ടാക്സബിൾ ഇൻകം ഉണ്ടാകും. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് എവിടെ നിന്നൊക്കെയാണ് ടാക്സബിൾ ഇൻകം കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ITR ഫയൽ ചെയ്യുന്നതെന്ന്. ഓക്കെ, സോ അങ്ങനത്തെ സ്പെഷ്യൽ കേസസ് വരുമ്പോൾ ഇപ്പൊ നോൺ റെസിഡൻസിന് ITR ഫയൽ ചെയ്യണമെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഫോമാണ് 1040 NR. NR മീൻസ് നോൺ റെസിഡന്റ്. ഓക്കെ, അതായത് അവരുടെ ഹോം കൺട്രി ഒരു സപ്പോസ് പറയുകയാണെങ്കിൽ ഇന്ത്യ ആയിരിക്കാം. അവർ US ചിലപ്പോൾ ഒരു കമ്പനി ആവശ്യത്തിനോ അല്ലെങ്കിൽ ഒരു വർക്ക് വിസയ്ക്ക് പോയി അവിടെ ചെന്ന് അവരൊരു വലിയ ബിസിനസ്സോ ട്രേഡൊക്കെ തുടങ്ങി, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഡിവിഡൻഡ് കിട്ടി. അതെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കാം. സോ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർ US ഉള്ളിടത്തോളം കാലം ഒരു സെർട്ടൻ ലിമിറ്റ് എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. ഓക്കെ, നോൺ റെസിഡന്റ് ആണെങ്കിൽ പോലും അവർ US ഒരു കംപ്ലീറ്റ് ടാക്സ് ഇയർ അവർ US ആണെങ്കിൽ അവരുടെ ഇൻകം ഒരു സെർട്ടൻ ലിമിറ്റിനെ കൂടുതൽ കവിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ITR ഫയൽ ചെയ്യണം. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ നോൺ റെസിഡന്റ് ഏലിയൻസ് യൂസ് ചെയ്യുന്ന ഫോമാണ് 1040 NR. എപ്പോഴൊക്കെയാണ് നോൺ റെസിഡൻസിന് ഇത് ഫയൽ ചെയ്യേണ്ടി വരിക? ഒന്ന്, ഹാവിംഗ് എൻഗേജ്ഡ് ഇൻ എ ട്രേഡ് ഓർ ബിസിനസ് ഡ്യൂറിങ് ദ ടാക്സ് ഇയർ. ഒരു ടാക്സ് ഇയറിൽ എന്തെങ്കിലും ട്രേഡോ ബിസിനസ്സിലോ അവർ എൻഗേജ്ഡ് ആവുന്നു, അതിൽ നിന്ന് അവർക്ക് വലിയ ലാഭമൊക്കെ കിട്ടി, ഒരു ഹ്യൂജ് ഇൻകം ഒക്കെ വന്നു കഴിയുമ്പോൾ അവർ ടാക്സ് അടയ്ക്കണം, ITR ഫയൽ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്, ഹാവിംഗ് അതർ US ഇൻകം സച്ച് ആസ് ഡിവിഡൻസ് ഓഫ് ഇൻട്രസ്റ്റ്. ഡിവിഡൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്, മുടങ്ങാണ്ട് കിട്ടുന്നുണ്ട്, അതൊരു പ്രത്യേക ഒരു ഹ്യൂജ് എമൗണ്ട് ആണെങ്കിൽ ITR ഫയൽ ചെയ്യണം. ദെൻ നെക്സ്റ്റ്, റിപ്രസെന്റിങ് എ ഡിസീസ്ഡ് പേഴ്സൺ
ഹു വുഡ് ഹാവ് ബീൻ എലിജിബിൾ ഫോർ ദ ഫോം 1040 എന്ന, അതായത് ഒരു നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾ മരിച്ചുപോയി, അയാളെ റിപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മളാണ് ഇപ്പൊ ഫോം 1040 ഫയൽ ചെയ്യുന്നെങ്കിൽ അവിടെയും ITR ഫയൽ ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും ഒരു റിച്ച് ആയിട്ടുള്ള ഒരു നോൺ റെസിഡന്റ്, സോ പുള്ളി മരിച്ചുപോയി പെട്ടെന്ന് ഒരു എന്താ ആവശ്യം, നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്, അയാൾക്ക് വേറെ ആരുമില്ല, സോ നമ്മളാണ് അയാളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പെട്ടെന്ന് ഒരു ദിവസം അയാൾ മരിച്ചുപോയി, അയാളെ റെപ്രസെന്റ് ചെയ്യുന്ന ആരായിരിക്കും? നമ്മളായിരിക്കും. നമ്മളും ഒരു നോൺ റെസിഡന്റ് ഏലിയൻ ആണ്. അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ ആ ഡിസീസ്ഡ് പേഴ്സണിനെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോം 1040 ഫയൽ ചെയ്യാൻ പറ്റും. ഓക്കെ, and the last point is representing an estate or trust eligible for 1040. ഇപ്പൊ എന്തെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റോ ഓർഗനൈസേഷൻസോ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 1040 ഫയൽ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ള സ്പെഷ്യൽ കേസുകളിൽ നമുക്കൊരു ലിമിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻകം കവിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1040 എന്ന് പറഞ്ഞ ഫോം ഫയൽ ചെയ്യണം. ഓക്കെ, ഈവൺ ഇഫ് നമ്മളൊരു നോൺ റെസിഡന്റ് ആണെങ്കിൽ പോലും. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വരുന്നത് ഫോറിൻ അക്കൗണ്ട് ആൻഡ് അസറ്റ് റിപ്പോർട്ടിംഗ് ആണ്. If a taxpayer has a financial interest or signature authority over a foreign financial account, including a bank account, brokerage account, mutual fund, trust, or other type of foreign financial account exceeding certain thresholds, is required to report the account yearly to the IRS by filing electronically a financial crime enforcement network form. A form എത്രയാ? 114. സോ ഈ ഫോം ഫയൽ ചെയ്യണം ഇലക്ട്രോണിക്കലി. Report of foreign bank and financial accounts. This form is filed electronically with the FinCEN. The FBIR, അതായത് FBIRന്റെ ഫുൾ ഫോം ആണ് Foreign Bank and Financial Accounts, must be received by the Department of Treasury on or before April 15. എന്താണ് ഏപ്രിൽ 15ന്റെ പ്രത്യേകത? ഏപ്രിൽ 15 ആണ് ITR ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്, കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ അതിനു മുന്നെയോ അല്ലെങ്കിൽ ഏപ്രിൽ 15ന്റെ അന്നോ നമ്മൾ ഫോം 114, അതായത് ഫിൻസേൺ എന്ന് പറയുന്ന ഫോം ഫയൽ ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, സോ നമുക്കിപ്പോൾ നമ്മളൊരു US സിറ്റിസൺ ആണ്, നമുക്ക് ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അവിടെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ബ്രോക്കറേജ് അക്കൗണ്ടോ മ്യൂച്വൽ ഫണ്ടോ ട്രസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫോറിൻ അക്കൗണ്ടിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. എന്തെങ്കിലും നമുക്ക് ട്രസ്റ്റ് ആവാം, ഒരു ബ്രോക്കറേജ് അക്കൗണ്ട് ആകാം, അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ ആ കൺട്രിയിൽ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ എങ്ങനെ ആയിക്കോട്ടെ അതിന് നമ്മളൊരു ഫോറിൻ അക്കൗണ്ട് എന്ന് വിളിക്കും. സോ അതിനെ വിളിക്കുന്ന പേരാണ് ഫോറിൻ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്, FBAR. നമുക്കൊരു ഫോറിൻ കൺട്രിയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഇൻകം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു മ്യൂച്വൽ ഫണ്ടോ ട്രസ്റ്റോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക, ഔട്ട് ഓഫ് US. യുഎസിന്റെ പുറത്ത് എവിടെ ആയിക്കോട്ടെ, ഏത് കൺട്രിയിലോ സ്ഥലത്തോ ആയിക്കോട്ടെ, എവിടെ വേണമെങ്കിലും നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്, അവിടെ നമുക്ക് ഇൻകം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് FBAR. ഓക്കെ, എന്താണത്? ഫോറിൻ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്. FBIR എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫോറിൻ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എന്ന് വിളിക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു US സിറ്റിസൺ ആണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? ITR ഫയൽ ചെയ്യുമ്പോൾ കാണിക്കണം. സോ അതിന് കാണിക്കേണ്ട ഫോമാണ് FinCEN എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ക്രൈംസ് എൻഫോഴ്സ്മെന്റ് നെറ്റ്വർക്ക് FinCEN ഫോം. എത്രയാണ് അതിന്റെ നമ്പർ? 114. ഓക്കെ, ഫോം 114 ഏതാണ്? FinCEN, ഫിനാൻഷ്യൽ ക്രൈം എൻഫോഴ്സ്മെന്റ് നെറ്റ്വർക്ക് ഫോം. അവിടെ നമ്മൾ എന്താണ് കാണിക്കുന്നത്? FBIR എന്ന് പറഞ്ഞാൽ ഫോറിൻ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. നമുക്ക് ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഇൻകം ജനറേറ്റ് ആകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫോറിൻ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എന്ന് വിളിക്കും. അത് നമ്മൾ FinCEN എന്ന് പറയുന്ന ഫോം 114 റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ കാണിക്കണം. ഓക്കെ, എന്നിട്ട് അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രഷറിക്ക് പ്രസന്റ് ചെയ്യണം. വെൻ ഓൺ ഓർ ബിഫോർ ഏപ്രിൽ 15 അല്ലെങ്കിൽ അതിന് മുന്നെയോ അവർക്ക് ഫയൽ ചെയ്ത് കാണിക്കണം. ക്ലിയർ? നെക്സ്റ്റ്, ഫോളോയിങ് ഇൻഡിവിജ്വൽസ് ആർ റിക്വയർഡ് ടു ഫയൽ ആൻ FBIR ഫയൽ ചെയ്യേണ്ടത് US person that has a financial interest or signature authority over at least one financial account
ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് US നമ്മൾ നേരത്തെ പറഞ്ഞു. US പുറത്ത് ഏത് കൺട്രിയിലായിക്കോട്ടെ, ഏത് സ്ഥലത്തായിക്കോട്ടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ആ ബാങ്ക് അക്കൗണ്ടിൽ ഇൻകം ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് ഇൻകം കിട്ടുന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫിൻസെൻ എന്ന് പറഞ്ഞ ഫോം 114 ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ ഇനിയപ്പോൾ ആ ഫോറിൻ അക്കൗണ്ടിന്റെ അഗ്രിഗേറ്റ് വാല്യൂ $10,000 കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫിൻസെൻ എന്ന് പറഞ്ഞ ഫോം ഫയൽ ചെയ്യണം. ഓക്കെ, ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിൽ നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, $10,000 കൂടുതൽ ആ അക്കൗണ്ടിൽ വരുന്നുണ്ട്, നമ്മൾ ഇൻകം ജനറേറ്റ് ആവുന്നുണ്ട്. ഒബ്വിയസ്ലി നമ്മൾ ആ അക്കൗണ്ടിനെ വിളിക്കും FBIR, അതായത് ഫോറിൻ ബാങ്ക് ഫിനാൻഷ്യൽ അക്കൗണ്ട്. അങ്ങനെ ഒരു FBIR ഉണ്ടെങ്കിൽ നമ്മൾ ഫിൻസെൻ എന്ന് പറയുന്ന ഫോം 114 ഫയൽ ചെയ്യണം. എന്താണ് ഫിൻസെന്റെ ഫുൾ ഫോം? ഫിനാൻഷ്യൽ ക്രൈംസ് എൻഫോഴ്സ്മെന്റ് നെറ്റ്വർക്ക് ഫോം. ഓക്കെ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ പഠിച്ച 3 ടോപ്പിക്കും. സ്പെഷ്യൽ ഫയലിംഗ്, 1040NR, ഇപ്പോൾ ഫോറിൻ അക്കൗണ്ട്സ്. സ്പെഷ്യൽ ഫയലിംഗ് എന്തായിരുന്നു? സ്പെഷ്യൽ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മളത് ഫയൽ ചെയ്യണം. ഓക്കെ, എവിടെയാണ് ഫയൽ ചെയ്യേണ്ടത്? 709 എന്ന ഫോമിലാണ് അത് ഫയൽ ചെയ്യേണ്ടത്. ഇനി 1040NR എന്താണ്? നോൺ റെസിഡന്റ് ഏലിയൻസിന് ചില പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ ITR ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെ വരുമ്പോൾ ഫയൽ ചെയ്യുന്ന ഫോമാണ് 1040NR. ഇപ്പൊ പഠിച്ചത് ഫോറിൻ അക്കൗണ്ട് ആണ്. ഫോറിൻ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ഔട്ട്സൈഡ് ഓഫ് US ഏതെങ്കിലും ഒരു കൺട്രിയിൽ, ഫോറിൻ കൺട്രിയിൽ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ആ ബാങ്ക് അക്കൗണ്ടിന്റെ ടോട്ടൽ $10,000 കൂടുതലാണ്. അവിടെ നമുക്ക് കണ്ടിന്യൂസ്ലി ഇൻകം ജനറേറ്റ് ആകുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫിൻസെൻ എന്ന് പറഞ്ഞ ഫോം 114 ഫോം ഫയൽ ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രഷറിക്ക് സബ്മിറ്റ് ചെയ്യണം. ക്ലിയർ? ഈ 3 ടോപ്പിക്സും ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. കിഡ്നി ടാക്സ്. കിഡ്നി ടാക്സ് എന്താന്ന് നോക്കാം. The Kidney tax was established as a part of Tax Reform Act of 1986 to prevent parents from taking advantage of a tax loophole by shifting wealth into their children's name to avoid paying taxes at a higher rate. Before then, children's investments were taxed at the child's presumably lower rate. Unearned income of minor children is called kidney tax. This income is taxed at the parent's marginal tax rate. Okay? So kidney tax എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പാരൻസിന് ഇപ്പോൾ ഒരു ലിമിറ്റിൽ കൂടുതൽ ഇൻകം ഉണ്ട്. സോ ഹയർ ഇൻകം വന്നു കഴിഞ്ഞാൽ ഹയർ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. പാരൻസ് എന്ത് ചെയ്യും? കിഡ്നി ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും പണ്ടൊക്കെ പാരൻസ് എന്താ, അവർക്ക് ഒരു ഹയർ റേറ്റ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അത് പിള്ളേരുടെ പേർക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്തിനാ അങ്ങനെ ചെയ്യണത്? ഹയർ ഇൻകം ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ഹയർ റേറ്റ് ഓഫ് ടാക്സ് അടയ്ക്കാം. ഓക്കെ, സോ അങ്ങനെ ടാക്സ് അടയ്ക്കാൻ പറ്റൂല എന്നുള്ളവര്, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാൻ പറ്റാത്തവർ എന്ത് ചെയ്യും? അവര് ഇൻകത്തിന്റെ ഭൂരിഭാഗവും അവരുടെ ചിൽഡ്രന്റെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് പാരൻസിന്റെ പേരിൽ കുറച്ച് ഇൻകം കാണിക്കും. സോ എന്ത് പറ്റുന്നു? കുറച്ച് എമൗണ്ട് ഓഫ് ടാക്സ് അടച്ചാൽ മതിയാവും. അങ്ങനത്തെ ഫ്രോഡ് പണിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്തു? അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കിഡ്നി ടാക്സ് കൊണ്ടുവന്നേക്കുന്നത്. ദാറ്റ് മീൻസ് ചിൽഡ്രന്റെ പേരിലുണ്ടാവുന്ന ടാക്സിൻ മീൻസ് ചിൽഡ്രന്റെ പേരിലേക്ക് ഇൻകം മാറ്റുമല്ലോ. ഓക്കെ, സോ കിഡ്നി ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാരൻസ് അവർക്ക് കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ അവരത് കുട്ടികളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, കൂടുതൽ ടാക്സ് അടയ്ക്കാണ്ടിരിക്കാൻ വേണ്ടി. സോ അങ്ങനത്തെ തട്ടിപ്പ് പരിപാടി കൂടിയപ്പോഴത്തേക്കും IRS തന്നെ നിർദ്ദേശിച്ചതാണ് കിഡ്നി ടാക്സ്. അതായത് പിള്ളേരുടെ പേരിലും ടാക്സ് അടയ്ക്കണം. അങ്ങനത്തെ ഒരു സമ്പ്രദായം. അതായത് പിള്ളേരുടെ പേരിൽ ഇപ്പോൾ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻകത്തിന്മേലും ടാക്സ് റേറ്റ് ചുമത്തി അതിനും ടാക്സ് അടയ്ക്കണം. അതാണ് കിഡ്നി ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പണ്ടൊന്നും കുട്ടികളുടെ പേരിൽ ടാക്സ് ഇല്ല, ഓൺലി പാരൻസിന്റെ പേരിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാരൻസ് ആണ് ടാക്സ് പേസ് എങ്കിൽ പാരൻസ് മാത്രം ടാക്സ് അടച്ചാൽ മതിയാകും. പക്ഷേ ഈ പാരൻസ് എന്ത് ചെയ്യുന്നു? അങ്ങനത്തെ പിള്ളേർ അടയ്ക്കേണ്ടാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ പാരൻസിന് ഒരു ഇൻകം ലിമിറ്റിൽ കവിഞ്ഞ് എക്സീഡ് ചെയ്തിട്ട് ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഇൻകത്തിന്റെ ഭൂരിഭാഗവും പിള്ളേരുടെ പേരിലോട്ട് മാറ്റും. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ അതുകൊണ്ട് കുറച്ച് ഇൻകം
കുറച്ച് കാണിക്കാൻ വേണ്ടി. ഇൻകം കുറച്ച് കാണിച്ചാൽ അത്രയും കുറഞ്ഞ് ടാക്സ് അടച്ചാൽ മതിയാവും. അതുകൊണ്ട് ഇൻകം കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ പിള്ളേർക്ക് എല്ലാം ട്രാൻസ്ഫർ ചെയ്യും, ചിൽഡ്രന്റെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക അവരുടെ ഇൻകം എല്ലാം. അങ്ങനത്തെ ഒരു പ്രവണത കൂടി വന്നപ്പോൾ IRS പറഞ്ഞു അങ്ങനെ വേണ്ട, പിള്ളേരും ടാക്സ് അടച്ചോട്ടെ. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷനാണ് കിഡി ടാക്സ് എന്ന് പറയുന്നത്. കിഡി ടാക്സ് മീൻസ് അൺഏൺഡ് ഇൻകം ഓഫ് മൈനർ ചിൽഡ്രൻ. ചിൽഡ്രൻ ഏൺ ചെയ്ത ഇൻകം അല്ല, പാരന്റ്സിന്റെ ഇൻകം ആണ്, പക്ഷെ ചിൽഡ്രന്റെ പേരിലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് ടാക്സ് റേറ്റ് ഒക്കെ സെയിം ആസ് പാരന്റ് ആണ്. പാരന്റിന്റെ മാർജിനൽ ടാക്സ് റേറ്റ് അനുസരിച്ചാണ് ചിൽഡ്രന്റെയും ടാക്സ് റേറ്റ് കണക്കാക്കുന്നത്. അതായത് പാരന്റ്സ് കുട്ടികളുടെ പേരിലേക്ക് മാറ്റുന്ന ഇൻകം ഉണ്ടാവുമല്ലോ, ആ ഇൻകത്തിന് മേൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടാക്സ് അടയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. സോ ദ ഫോളോയിങ് ടു സിറ്റുവേഷൻസ് മേ അഫക്ട് ദി tax and reporting of the unearned income of certain children. First one, if your child interest, dividend and other unearned income total more than $2,500, it may be subject to a specific tax on the unearned income of certain children ആണ്. ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ പേരിലേക്ക് പാരന്റ്സ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് അല്ലെങ്കിൽ അതുപോലെ വേറെ എന്തെങ്കിലും അൺഏൺഡ് ഇൻകം ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് $2,500 കൂടുതലാണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ. Then second point, if your child's only income is interest and dividend income and total less than $12,500, you may be able to elect to include that income on your return rather than file a return for your child ആണ്. ഓക്കെ, ഇപ്പോൾ $12,500 കുറവാണ് ഇൻട്രസ്റ്റും ഡിവിഡൻഡും വരുന്നതെങ്കിൽ യു മേ ബി ഏബിൾ ടു ഇലക്ട് ടു ഇൻക്ലൂഡ് ദാറ്റ് ഇൻകം ഓൺ യുവർ റിട്ടേൺ. അത് പാരന്റ്സിന്റെ റിട്ടേണിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ഇപ്പോൾ ചിൽഡ്രന്റെ അൺഏൺഡ് ഇൻകം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ഒക്കെ $2,500 കൂടുതലാണ്, $2,500 കൂടുതലാണെങ്കിൽ ഒബ്വിയസ്ലി ചിൽഡ്രന്റെ പേരിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ITR ഫയൽ ചെയ്ത് ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇനിയും ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് മാത്രമേ ഉള്ളൂ, വേറെ അൺഏൺഡ് ഇൻകം ഒന്നും ഇല്ല. ഈ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡും 12,500 കുറവാണെങ്കിൽ ചിൽഡ്രന്റെ പേരിൽ കാണിക്കേണ്ട ആവശ്യമില്ല, അത് പാരന്റ്സിന്റെ പേരിലോ ടാക്സ് പേയേഴ്സിന്റെ പേരിലോ കാണിക്കാവുന്നതാണ്. ഈ രണ്ട് പോയിന്റ്സ് ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ്, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് അതുപോലെ അതർ അൺഏൺഡ് ഇൻകം എല്ലാത്തിന്റെയും ടോട്ടൽ $2,500 കൂടുതലാണെങ്കിൽ ചിൽഡ്രന്റെ പേരിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. സെക്കൻഡ് പോയിന്റ്, വേറെ അൺഏൺഡ് ഇൻകം ഒന്നും ഇല്ല, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് മാത്രമേ ഉള്ളൂ. ആ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് എന്ന് പറയുന്നത് 12,500 കുറവാണ്. സോ അത് ചിൽഡ്രന്റെ പേരിൽ കാണിക്കേണ്ട ആവശ്യമില്ല, പകരം പാരന്റ്സിന്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ പാരന്റ്സിന്റെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ കാണിക്കാം. അവിടെ ഇപ്പൊ ചിൽഡ്രന് ടാക്സ് കാൽക്കുലേറ്റ് ആവശ്യമൊന്നും വരുന്നില്ല. 2 പോയിന്റ്സ് ക്ലിയർ ആയോ? വാട്ട് ഈസ് കിഡി ടാക്സും പിന്നെ 2 എക്സംഷണൽ പോയിന്റ്സും. കിഡി ടാക്സ് കുട്ടികളുടെ മേലുള്ള ടാക്സ് ആണ് കിഡി ടാക്സ്. അതായത് ഇപ്പൊ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, അതർ അൺഏൺഡ് ഇൻകം ഒക്കെ $2,500 കൂടുതലായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രന്റെ പേരിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനിയിപ്പോ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ ചിൽഡ്രന്റെ പേരിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, അത് പാരന്റ്സിന്റെ പേരിലോ ടാക്സ് പേ ചെയ്യുന്ന ടാക്സ് പേയറിന്റെ പേരിലോ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, കിഡി ടാക്സ് കൊണ്ടുവന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരന്റ്സിന് അവർക്ക് ഇൻകം കൂടുതലാണെങ്കിൽ കുറെ ടാക്സ് അടയ്ക്കേണ്ടി വരും. സോ പാരന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ പേരിലേക്ക് അവരുടെ ഇൻകത്തിന്റെ പകുതി മുക്കാലും ട്രാൻസ്ഫർ ചെയ്യും. ഇതുപോലെ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് അതുപോലെ അതർ ഇൻകം അതൊക്കെ കുട്ടികളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് കുറച്ച് ഇൻകത്തിന് ടാക്സ് അടയ്ക്കുള്ളൂ. സോ അങ്ങനത്തെ ഒരു പ്രവണത, ഒരു ഫ്രോഡ് പണി കൂടി വന്നപ്പോൾ IRS പറഞ്ഞു ഇനി കുട്ടികൾക്ക് എന്തോ $2,500 കൂടുതൽ ഒരു കുട്ടിയുടെ പേരിലുണ്ടെങ്കിൽ ആ കുട്ടി ടാക്സ് അടയ്ക്കണം എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നു. അതിനാണ് കിഡി ടാക്സ് എന്ന് പറയുന്നത്. അതിലൊരു എക്സംഷൻ വരുന്നത് എന്താണ്, ഇപ്പൊ ആ കുട്ടിയുടെ പേരിൽ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് മാത്രമേ ഉള്ളൂ. ആ ഇൻട്രസ്റ്റും ഡിവിഡൻഡും $12,500 കുറവാണെങ്കിൽ ആ കുട്ടിയുടെ പേരിൽ അടയ്ക്കേണ്ട പാരന്റ്സിന്റെ പേരിൽ തന്നെ കാണിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫോം 8615 ആണ്. Use Form 8615 to figure the child's tax on unearned income over 2,500 if the child is under the age of 18 and in certain situations if the child is older. Attach Form 8615 to the child's tax return if all the following conditions are met. അതായത് കിഡി ടാക്സിന് യൂസ് ചെയ്യുന്ന ഫോമാണ് ഫോം 8615. സ്പെഷ്യൽ ഫയലിംഗിന് യൂസ് ചെയ്യുന്ന ഫോം ഏതായിരുന്നു?
സ്പെഷ്യൽ ഫയലിംഗിന് യൂസ് ചെയ്യുന്ന ഫോംസ് മാറിപ്പോവരുത്. സ്പെഷ്യൽ ഫയലിംഗിന് യൂസ് ചെയ്യുന്ന ഫോം ഓക്കെ 709. നോൺ റെസിഡൻസിന് ഇൻകം എക്സീഡ് ചെയ്ത് വന്നാൽ ടാക്സ് ITR ഫയൽ ചെയ്യണം. അപ്പൊ ഏത് ഫോമാ നോൺ റെസിഡൻസ് യൂസ് ചെയ്യുന്നത്? നോൺ റെസിഡൻസ് യൂസ് ചെയ്യുന്ന ഫോം 1040 NR. ഓക്കെ. ഫോറിൻ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോം ഏതാണ്? ഫോറിൻ അക്കൗണ്ട്സ് യെസ് 114. വെരി ഗുഡ്. ഓക്കെ. സോ കിഡ്നി ടാക്സ്, ചിൽഡ്രൻസിന് ടാക്സ് ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോമാണ് ഫോം 8615. ഓക്കെ. സീനിയർ സിറ്റിസൺസ് യൂസ് ചെയ്യുന്ന ഫോം ഏതാണ്? സീനിയർ സിറ്റിസൺസ് 65 വയസ്സിന് മുകളിലുള്ളവര്. സീനിയർ സിറ്റിസൺസ് യെസ് 1040 SR. ഓക്കെ, ഗുഡ് ഗുഡ്. ഇപ്പൊ ചിൽഡ്രൻ യൂസ് ചെയ്യുന്ന ഫോമാണ് 18 വയസ്സിന് താഴെയുള്ള ടാക്സ് അടയ്ക്കേണ്ട ചിൽഡ്രൻ യൂസ് ചെയ്യുന്ന ഫോമാണ് ഫോം 8615. ഓക്കെ. സോ ഫസ്റ്റ് പോയിന്റ്, ദ ചൈൽഡ്സ് അൺഏൺഡ് ഇൻകം വാസ് മോർ ദാൻ $2,500. നമ്മൾ നേരത്തെ പഠിച്ചു. $2,500 കൂടുതലാണ് ഇൻകം ചിൽഡ്രന് കാണിച്ചേക്കുന്നെങ്കിൽ ടാക്സ് അടയ്ക്കണം. സോ അതെവിടെ കാണിക്കണം? ഫോം 8615 കാണിക്കണം. ദ ചൈൽഡ് മീൻസ് വൺ ഓഫ് ദ ഫോളോവിങ് ഏജ് റിക്വയർമെന്റ്സ് ഏതൊക്കെയാ നോക്കാം. ദ ചൈൽഡ് വാസ് അണ്ടർ ദ ഏജ് ഓഫ് 18 at the end of the tax year. The child was age 18 at the end of the tax year and didn't have earned income that was more than half of the child support. And third one, the child was full-time student at least age 19 and under age 24 at the end of the tax year, and the child didn't have earned income that was more than half of the child support. So 18 വയസ്സിന് താഴെയായിരിക്കണം. ഇനിയിപ്പോൾ 18 വയസ്സ് ആണെങ്കിൽ പോലും എന്താ പറയാ, ഒരു ഇൻകം ഉണ്ടാവരുത്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ല. മോർ ദാൻ ഹാഫ് ഓഫ് ദ ചൈൽഡ് സപ്പോർട്ടിന് ഉണ്ടാവുന്ന ഇൻകം ഉണ്ടാവരുത്. ആൻഡ് സെക്കൻഡ് വൺ, 19-24 വയസ്സിനിടയ്ക്കാണെങ്കിൽ ഫുൾ ടൈം സ്റ്റുഡന്റ് ആണ്, പക്ഷെ അവർക്ക് ഇൻകം ഒന്നുമില്ല. ഡിഡ്ന്റ് ഹാവ് എനി ഏൺഡ് ഇൻകം. ഈ 3 സിറ്റുവേഷന് സാറ്റിസ്ഫൈഡ് ആണ്, $2,500 മുകളിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് 8615 എന്ന് പറഞ്ഞ ഫോം ഫയൽ ചെയ്യാം. അതുപോലെ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ചൈൽഡ് പാരന്റ് വാസ് ലൈവ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടാക്സ് ഇയർ. പാരന്റ്സിൽ ആരെങ്കിലും ഒരാൾ ജീവനോടെ ഉണ്ടാവണം. ദെൻ ദ ചൈൽഡ് ഈസ് റിക്വയർഡ് ടു ഫയൽ എ ടാക്സ് റിട്ടേൺ ഫോർ ദ ടാക്സ് ഇയർ. ചൈൽഡ് ഡസ് നോട്ട് ഫയൽ എ ജോയിന്റ് റിട്ടേൺ. മീൻസ് ജോയിന്റ് റിട്ടേൺ ഫയൽ ചെയ്യത്തില്ല. കാരണം ഇപ്പൊ 2 മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 മക്കൾ ഒരുമിച്ച് ജോയിന്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല. ആകെ ജോയിന്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുന്നത് മാരിഡ് ഫയൽ ജോയിന്റ്ലി ആണ്. കല്യാണം കഴിച്ച സ്പൗസിന് മാത്രമേ ജോയിന്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്കൊന്നും ജോയിന്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല. ഇൻഡിവിജ്വലി ഫയൽ ചെയ്യണം എല്ലാവരും. ഓക്കെ. സോ ഫോം 8615 എന്താ കാണിക്കണ്ടേ? ചിൽഡ്രന് എന്തെങ്കിലും അൺഏൺഡ് ഇൻകമോ ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ ഉണ്ട്, അത് $2,500 കൂടുതലാണെങ്കിൽ ഫോം 8615 കാണിക്കുക. ചിൽഡ്രന്റെ ഏജ് 18 വയസ്സിന് താഴെ ആയിരിക്കണം. ഓക്കെ. ഇനി ചില സ്പെഷ്യൽ കേസ് ഉണ്ട്. 18 വയസ്സാണ് പ്രായം, സ്റ്റുഡന്റ് ആണ്, അൺഏൺഡ് ഇൻകം ഒന്നുമില്ല, ചൈൽഡിന്റെ സപ്പോർട്ട് നോക്കുന്നൊക്കെ പാരന്റ്സ് ആണ്, അല്ലെങ്കിൽ 19-24 വയസ്സിന് ഇടയ്ക്കാണ്, ഫുൾ ടൈം സ്റ്റുഡന്റ് ആണ്, ഇപ്പോഴും ജോലിയൊന്നും ആയിട്ടില്ല, അൺഏൺഡ് മീൻസ് ഇൻകം ഒന്നും ഏൺ ചെയ്യുന്നില്ല, അവരുടെ സപ്പോർട്ട് ഫുൾ പാരന്റ്സ് ആണ്. അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ചൈൽഡ് മീറ്റ്സ് വൺ ഓഫ് ദ ഫോളോയിങ് ഏജ് റിക്വയർമെന്റ്സ്. അങ്ങനെ സിറ്റുവേഷൻ ആണെങ്കിലും ഫോം 8615 ഫയൽ ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെ വരുമ്പോൾ ചൈൽഡിന് സ്വന്തമായിട്ട് പണിയും വിലയൊന്നും ഇല്ല, സോ ഇൻകം ഏൺ ചെയ്യുന്നില്ല. സോ പാരന്റ്സിന്റെ ഇൻകം ചൈൽഡിന്റെ പേരിലോട്ട് മാറ്റിയിട്ട് ചൈൽഡിന്റെ പേരിൽ കാണിക്കാൻ പറ്റും. ഓക്കെ. ഇപ്പൊ ചൈൽഡിന് ഒരു 20 വയസ്സായെന്ന് വിചാരിക്കുക, പഠിത്തമൊക്കെ കഴിഞ്ഞു, ജോലിയായി, ഒരു അത്യാവശ്യം ഒരു ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ പാരന്റ്സിന്റെ ഇൻകം കാണിക്കാൻ പറ്റുമോ? ഇല്ല. പാരന്റ്സിന്റെ ഇൻകം പാരന്റ്സിന്റെ ബേസിൽ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. കാരണം ചൈൽഡിന് ഓൾറെഡി ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്, വേറൊരു ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഇൻകമേ കാണിക്കാൻ പറ്റൂ ചൈൽഡിന്റെ പേരിൽ. ചൈൽഡിന് ഇൻകം ഒന്നും ഏൺ ചെയ്യുന്നില്ല, ഇൻകം ഒന്നും ഏൺ ചെയ്യുന്നില്ലെങ്കിൽ ചൈൽഡിന്റെ സപ്പോർട്ടൊക്കെ നോക്കുന്നത് പാരന്റ്സ് ആണെങ്കിൽ പാരന്റ്സിന് ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ചൈൽഡിന്റെ പേരിലോട്ട് മാറ്റിയിട്ട് ആ ചൈൽഡിന്റെ പേരിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ചൈൽഡിന്റെ ടാക്സ് കാണിക്കാൻ വേണ്ടിയിട്ട് 8615 എന്ന് പറഞ്ഞ ഫോം യൂസ് ചെയ്യുന്നു. ഓക്കെ.